നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. അതിൻ്റെ വില ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. 1810 ആണ്. ഒരു ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് 1065 ഇരിക്കുന്നത്. അത് വന്നിട്ട് 255 റുപ്പീസ് പെർ ഗ്രാം എന്ന് പറയുന്നു. ഒരു കിലോയ്ക്ക് 2,30,000 രൂപയ്ക്ക് അടുത്താണ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ഇരിക്കുന്നത്. 230 225 കറക്റ്റ് പ്രൈസ്. ട്രെൻഡ് 109 ചെന്നായിരുന്നു. ആക്ച്വലി നിഫ്റ്റി വന്നിട്ട് 118 പോയിന്റ് മൈനസ് ആണ്. ഫാർമ -1.4, FMCG 4.1. അങ്ങനെ നിഫ്റ്റി വലുതാ വിളിഞ്ഞിരിക്കുന്നു. ഇത് കാരണമാണ് മാർക്കറ്റ് ഇന്ന് വീക്കായത്. തങ്കമേൽ നിയർലി 7% അപ്പ്, കല്യാൺ ജുവലേഴ്സ് 4% അപ്പ്, ബാങ്ക് 1.5%, മുത്തൂട്ട് ഫൈനാൻസ് 1.5%, ബജാജ് 1%, ടൈറ്റൻ 1%, ഫൻഫാർമ 2% വിളിഞ്ഞിരിക്കുന്നു. ഫാർമ ബാസ്ക്കറ്റ് ഒക്കെ വിളിഞ്ഞിരിക്കുന്നു. ഇൻഡസൻഡ് ബാങ്ക് 2%, റെഡ്ഡി 2%, ടെബീസ് ലാബ് 2%, സിപ്ല 2%, ഉൾനാട് മെർക്കൻറ്റൈൽ ബാങ്ക് 1.5%. ഒരാളായിട്ട് മാർക്കറ്റ് വീക്കായിരിക്കുന്നു. അപ്പോൾ ട്രംപ് ഭാഗവാദർ എന്ത് പറയുന്നു എന്നാൽ, ഞാൻ അവരെ ഒന്നും ഇല്ലാതെയാക്കും, കണ്ടിനെ ഇല്ലാതാക്കും, ബ്രിഡ്ജിനൊക്കെ ഇല്ലാതെയാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അവർ എഴുതിയിരിക്കുന്ന മെസ്സേജ് വളരെ വൾഗറാണ്. എന്തുകൊണ്ട് ഇത് അവർ ചെയ്യുന്നതെന്നാൽ, അവരെ പ്ലെയിൻ 2 വിളിച്ചിട്ടുണ്ട്. അതിൽ ഒരു എയർമാനെ പെട്ടെന്ന് റെസ്ക്യൂ ചെയ്തായിരുന്നു. ഒരു എയർമാനെ കഷ്ടപ്പെട്ടാണ് റെസ്ക്യൂ ചെയ്തിരിക്കുന്നു. കാരണം അവരെ അടിച്ച് ശരിയാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരമായിട്ട് ഇറാനും പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളും തിരികെ അടിക്കുമെന്നാണ്. ഓവറാളായിട്ട് എവിടെയും പോകത്തില്ല, ഹോമോസിനെ തുറന്നു വരാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെ കൊണ്ട് ഹോമോസിനെ തുറക്കാൻ പറ്റൂല. ബാക്ക് വന്നിട്ട് ഇന്നും ഞങ്ങൾ എക്സ്ട്രാ ഓയിൽ പമ്പ് ചെയ്യും എന്ന് പറയുന്നു. ഒന്നും ഒരു അർത്ഥവുമില്ല. എന്തെന്ന് വെച്ചാൽ, വെളിയിൽ എടുത്തു തരാൻ്റെ ഒരു വഴിയൊന്നുമില്ല അവർക്ക്. ഹൗസിന് വെളിയിൽ വിട്ടാൽ മാത്രം തന്നെ ഇത് ശരിയാവും. ഇന്ത്യക്ക് ഓയിൽ തരാമെന്ന് പറഞ്ഞായിരുന്നു. ആ കപ്പൽ ഇന്ത്യയെ നോക്കി വന്നുകൊണ്ടിരുന്നു. യമൻ്റെ ഇഷ്യൂ ആയി. ഇത് കാരണം ആ കപ്പൽ ചൈനയ്ക്ക് ചെല്ലായിരുന്നു. ഇന്ത്യക്ക് കിട്ടിയില്ല. ഇറാൻ വന്നിട്ട് ഗൾഫിലിരിക്കുന്ന എല്ലാ എനർജി സൈറ്റിനെ അടിച്ച് ഓയിലിൻ്റെ സപ്ലൈ റിസ്കിനെ കയറ്റിയിരിക്കുന്നു. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസൊക്കെ വളരെ ലോസിലാണ് ചെന്നുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ റിഫൈനറും ലോസ് എടുത്തുകൊണ്ടേയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഫ്യൂവൽ പ്രൈസ് കയറ്റുന്നില്ല. സർക്കാർ ലാസ്റ്റ് ഇയർ ഷെയർ ചെയ്യുന്നില്ല. ദീസ് വന്നിട്ട് ഇന്ത്യയുടെ ഗ്രോത്തിന് 6% കുറച്ചിരിക്കുന്നു. എന്നിട്ട് അവർ നോർമൽ ഗ്രോത്ത് റേറ്റ് ആണ്. പീറ്റർസൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കുവാണെങ്കിൽ ഒരു 1.5% കുറയും. സെക്കൻഡ് ഷെയർ വന്നിട്ട് 264 കോടിക്ക് മുകളിലാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ലിവറേജ് കയറിയിരിക്കുന്നു. നല്ല പ്രഷറിനെ ഫീൽ ചെയ്യുന്നു. OFS ഓഫർ ഫോർ സെയിൽ IPO ഒക്കെ വന്ന് 95,000 crores ആണ് ലാസ് ചെയ്തിട്ടുള്ളത്. ഒരു വാല്യുവേഷൻ അൺവൈൻഡ് ആയിരിക്കുന്നു. OFS ആണ് ഓഫർ ഫോർ സെയിൽ കയറി. സ്റ്റോക്കൊക്കെ വന്നിട്ട് IPO പ്രൈസിനെ കാട്ടിലും കുറവായിട്ട് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ചാനലിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഞങ്ങളെ തടുക്കുന്നു. IPO പുറകെ പോകണ്ട എന്ന്. ഗോൾഡിൻ്റെ ഇമ്പോർട്ട് സർജായി നിയർലി $69 billion വന്ന് വർഷം ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നു. സ്ട്രോങ് ഡിമാൻഡ്, ഹൈ പ്രൈസ് കാരണം ഇമ്പോർട്ട് 30% കയറിയിരിക്കുന്നു. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെയും എക്സ്ട്രാ പേയ്മെൻറ്റ് പ്രഷറിനെയും പണം വന്നിരിക്കുന്നു. US എന്ത് പറയുന്നു എന്നാൽ, ജനറിക്സിന് ടാരിഫ് ഇല്ല, തല രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. മറ്റവർക്കൊക്കെ 100% ടാരിഫാണ്. പേറ്റന്റ് ഡ്രഗ്സ് ചെയ്യുന്നവർക്ക് 100% ടാരിഫ്. US ഫാർമ ടാരിഫ് വന്നിട്ട് CDM ഗ്രോത്ത് വെനീസ് കോൺട്രാക്ട് മാനുഫാക്ചറേഴ്സ് ഇബടുമേ അല്ലാതെ ഡയറക്റ്റ് റിസ്ക് ഇരിക്കുമേ അല്ലാതെ ഒന്നുമില്ല. സ്ത്രീ എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ, ടാറ്റ റെസ്റ്റ് അപ്പോയിൻമെൻറ്റിൽ മൈനർ ട്രസ്റ്റിൽ വന്ന് ഈ പാർസീസ് ഇരിക്കാമെന്ന് റൂൾ ഇരിക്കുന്നു. വേണു ശ്രീനിവാസനും വിജയ് സിംഗും ഇരിക്കുന്നത് തെറ്റെന്ന് പറയുന്നു. കാരണം ആ മൈനർ ട്രസ്റ്റിലിരുന്ന് വേണു ശ്രീനിവാസൻ റിസൈൻ ചെയ്തു. ആ മോട്ടറിൻ്റെ പാസഞ്ചർ റിക്കവറി GST കട്ട് ശേഷം വളരെ കൂടുതലായിരുന്നു. അത് വന്നിട്ട് മാർക്കറ്റ് ഷെയറിനെ ഭയങ്കരമായിട്ട് ഗെയിൻ ചെയ്തിരിക്കുന്നു. ഇത് അഫോർഡബിലിറ്റി പുതിയ ലോഞ്ചാണ്, മൾട്ടി പവർ ട്രെയിൻഡാണ്. സെക്കൻഡ് ഹാഫ് സെയിൽസ് മാത്രം എടുക്കുവാണെങ്കിൽ ക്ലിയർ ആയിട്ട് അറിയാൻ അത് നമ്പർ 2ലാണ് ഇരിക്കുന്നതെന്ന്. ഒരു ഇയർ സെയിൽസ് എടുക്കുവാണെങ്കിൽ മാർജിനലായിട്ട് മഹേന്ദ്രയാണ് നമ്പർ 2. ഇന്ദ്ര നമ്പർ 2 കയറാൻ്റെ ഒരേ റീസൺ, ഇന്ത്യയിൽ പോയ കൊല്ലം SUVയുടെ ഡിമാൻഡ് കൂടുതലായിരിക്കുന്നു. ടോട്ടൽ 52% സെയിൽസ് വന്നിട്ട് SUV ആയിട്ടിരുന്നു. ആ സെഗ്മെൻറ്റിനെ ഡോമിനേറ്റ് ചെയ്ത കാരണം മഹേന്ദ്രയ്ക്ക് ഒരു നല്ല പൊസിഷനാണ്. സെയിൽസിൻ്റെ പ്രൈസ് ഇൻസെൻറ്റിഫൈ ആണ്. ഇത് കാറ് 2 വീലർ വാങ്ങുന്നവർക്കൊക്കെ ഈ വിലവാശി കയറും. എന്ന് വെച്ചാൽ ഇൻപുട്ട് കോസ്റ്റ് കയറും. എന്തെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കോസ്റ്റ് കയറാൻ പോകുന്നു. ഫാസ്റ്റിന് ട്യൂട്ടിക്കോറിൻ പ്ലാന്റ് വെച്ചിരിക്കുന്ന സ്കൂട്ടർ മാർക്കറ്റിൽ കയറാൻ പോകുന്നു. ആ മാർക്കറ്റിൽ മാത്രം കയറുന്നതായിട്ട് തീരുമാനിച്ചവർ 3 മോഡൽ റിലീസ് ചെയ്ത് വീനർ മോഡലിൽ ഇറങ്ങാൻ പോകുന്നു.
വെഹിക്കിളിൻ്റെ ഗ്രോത്ത് വന്നിട്ട് 2027 കുറയും. പറഞ്ഞിരുമെങ്കിൽ GST ഡിഫൻസ് സർജ് തീർന്നു പറയുന്നു. ഇത് ഇപ്പോൾ ഇരിക്കുന്ന ട്രെൻഡ് നോക്കുവാണെങ്കിൽ നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5 മിക്കയായും ചേർക്കുവാണെങ്കിൽ 2 പൊസിഷനിൽ തിരികെ എത്തും. ആരും കാണാതെ നടക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ടൊയോട്ടയുടെ മാർക്കറ്റ് ഷെയർ കയറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു 30,000 വണ്ടി വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. SUV-യിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മഹേന്ദ്ര മാത്രം ഡോമിനേറ്റ് ചെയ്യുന്നില്ല, ആണും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. ഏതാണ് CS-ൽ സീനിയർ ടാലൻറ്റ് ഓടിപ്പോയിരിക്കുന്നു. വെച്ചാൽ ഷിഫ്റ്റ് കാരണവും അവർക്ക് ഭയങ്കര നെർവസ് ആയി സീനിയേഴ്സൊക്കെ ഓടിച്ചെന്നിരിക്കുന്നു. ഇന്ത്യയിലുള്ള ആൾക്കാരെ പിടിച്ചു വയ്ക്കുന്നത് വളരെ പാടായിട്ടുണ്ട്. ആണ് ഇൻ്റർനാഷണൽ എന്ന് സിംഗപ്പൂർ കമ്പനിയിൽ $1 ബില്യൺ പിടിച്ചിരിക്കുന്നു. കാരണം ഇന്ന് വിപ്രോയുടെ സ്റ്റോക്കിൻ്റെ വില കയറിയിരിക്കുന്നു. റേഷ്യോ കറണ്ട് അക്കൗണ്ട് സേവിങ് അക്കൗണ്ട് റേഷ്യോ കുറവായി കൊടുക്കണം. ഒരു 2 ഇയർ ലോയ്ക്ക് വിടുന്നിരിക്കുന്നു. വെച്ചാൽ ബാങ്കിൻ്റെ മാർജിൻസ് പ്രഷറൈസ് ആകുന്നു. ബാങ്കിൻ്റെ കോസ്റ്റും ഇൻക്രീസ് ആകുന്ന കാരണം ലെൻഡിങ് കോസ്റ്റും ഇൻക്രീസ് ആവുന്നു. കാരണം ഓവറോളായിട്ട് ബാങ്കിൻ്റെ കാശ് അടിപെടും, ഡെപ്പോസിറ്റ് കാശ് കുറയും. RBI ഇൻട്രസ്റ്റ് റേറ്റിനെ ലോവ വച്ചിരിക്കാൻ വേണ്ടി ഇല്ല. HDFC ബാങ്ക് വന്നിട്ട് 30% ഓഫ് ദി ആൾ സെയിൽസ് വന്ന് RBI വിറ്റത് Q4-ൽ HDFC ബാങ്ക് ഷെയർസ് ആണ്. മുമ്പേ വിൽക്കാൻ തുടങ്ങിയ കാരണം അപ്പനു ചക്രവർത്തി ചെന്നതിൻ്റെ ശേഷം ഫാസ്റ്റായി വിറ്റിരിക്കുന്നു. ബാങ്കിങ്ങിൽ ക്രെഡിറ്റ് ഗ്രോത്ത് വീക്കായിരിക്കുന്നു, ഡെപ്പോസിറ്റും വീക്കായിരിക്കുന്നു. വളരെ കോഷ്യസ് സ്ട്രാറ്റജി ആയിരിക്കുന്ന കാരണം ചാലഞ്ചിങ് ആൻഡ് കോമ്പറ്റേറ്റീവ് എൻവറോൺമെൻറ്റിൽ മാർക്കറ്റ് ഷെയർ കുറയുന്നു. ഇതിനെ ചുമ്മാ നോക്കിയിരിക്കാൻ പോകുന്നു, ഒന്നും ഇതിൽ ചെയ്യാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആണെങ്കിൽ ഇൻഫ്ലേഷൻ ഇന്നും എൻറിച്ച് ആകും. അമൂൽ വന്നിട്ട് 1 ലക്ഷം കോടി ടേൺ ഓവർ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യസ് ലാർജസ്റ്റ് FMCG പ്ലെയർ ആയിട്ട് അമൂൽ വന്നിട്ട് എമർജ് ആയിരിക്കുന്നു. ഇപ്പോൾ ഓവറാളെ നോക്കുവാണെങ്കിൽ മാർക്കറ്റിൽ അമൂൽ ഇപ്പോൾ സ്ട്രോങ് പ്ലെയർ ആണ്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ബിഗ് ബാസ്ക്കറ്റ് വന്നിട്ട് സെപ്റ്റോ ആൻഡ് ബ്ലിങ്കിറ്റിൻ്റെ പുറകെ ചെന്നിരിക്കുന്നു. ക്വിക്ക് കോമേഴ്സ് മാർക്കറ്റിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഐക്ക വന്നിട്ട് ദീപിക പടുകോണിൻ്റെ ബ്രാൻഡ് 82 ഡിഗ്രി അതിനെ വാങ്ങാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എലോൺ മസ്ക് എന്ത് പറയുന്നത് സ്പേസ് എക്സിൻ്റെ IPO അവർ പ്ലാൻ ചെയ്തു എന്നാണ് പറയുന്നത്. അവർ $175 ബില്യൺ റൈസ് ചെയ്യണമെന്ന് നോക്കുന്നു. $1 ട്രില്യൺ വാല്യുവേഷൻ. ഗൂഗിളിനും ആൽഫബറ്റിനും ഒരു വലിയ ബൂസ്റ്റായിട്ടിരിക്കും. ഈ വർഷം 3 വലിയ IPO എക്സ്പെക്റ്റ് ചെയ്യാം. ഒന്ന് വന്നിട്ട് സ്പേസ് എക്സ്, ഇന്നൊന്ന് ആന്ത്രപ്പി, എന്നിട്ട് OpenAI ആണ്. മൈക്രോസോഫ്റ്റ് വന്നിട്ട് $10 മില്യൺ ജപ്പാനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. 1 മില്യൺ വർക്കേഴ്സ് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അలా നോക്കുവാണെങ്കിൽ മാർക്കറ്റിൽ ഈ വീക്ക്നെസ് കണ്ടിന്യൂ ആകും. എന്തെങ്കിലും ഒരു ദിവസം മാർക്കറ്റ് കയറിയാലും മാർക്കറ്റിൻ്റെ റിയൽ റൈസ് എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. തീരുന്നവരേക്കും ഡോളർ സ്ട്രെങ്തൻ ആവും, ഉഡോയിൽ കയറും, കുറച്ച് കുറഞ്ഞുകൊണ്ടേ പോവും. അടുത്ത് വരുമ്പോൾ നോക്കാം എന്ത് ചെയ്യാമെന്ന്. മാർക്കറ്റ് പ്രഷറിലിരിക്കും. ഇപ്പോൾ വന്നിട്ട് RBI എടുത്ത മെഷേഴ്സ് കാരണം 93 അടുത്ത് സ്റ്റേബിളായിരിക്കുന്നത് പോലെ ഇരിക്കുന്നു. മെഷേഴ്സ് റൺഔട്ട് ആയതിൻ്റെ ശേഷം 95, 96 ചെല്ലും. ഓവറാണ് നോക്കുമ്പോൾ നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കണം. ലാർജ് സമ്മിലിരിക്കുന്ന കാശിനെടുത്ത് ബോണ്ടിലിടണം. കുറച്ചായിട്ട് സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാം. ഓൾഡും കുറച്ച് കൺസിഡർ ചെയ്യാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.